ഞാൻ എന്താണ് ഇവിടെ ഇരിക്കുന്നതെന്നല്ലേ നിങ്ങൾ നോക്കുന്നത്. ഞാനിവിടെ ഇരിക്കുന്നതിൻ്റെ കാരണം ഞാനിപ്പം നന്നായിട്ട് വേർത്ത് കുളിച്ചിട്ടാണ് ഇരിക്കുന്നത്. സംഭവം തേരി ഇറങ്ങി വന്നതാണ്. ഇത് ഞങ്ങളുടെ വീടിൻ്റെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് നേരെ പല സ്ഥലങ്ങളിലോട്ട് ചെന്നിറങ്ങാനായിട്ട് പറ്റും. ഞാനിപ്പോൾ വീട്ടിൻ്റെ ഒരു സൈഡിലാണ്, മുറ്റത്ത് ഭാഗത്താണ് ഇരിക്കുന്നത്. ഇതുണ്ട്, ഇവിടെ നിന്ന് നേരെ പോയാൽ നമുക്ക് നെടുമങ്ങാട് പോവാം, വട്ടപ്പാറ പോവാം, എവിടെ വേണോ പോവാം. ഞാനിപ്പോൾ നമ്മുടെ വീട്ടിലൊരു ക്യാറ്റുണ്ട്, അപ്പോൾ അവളെയും കൊണ്ട് ഹോസ്പിറ്റലിലോട്ടൊന്ന് പോകാൻ വേണ്ടിയിട്ടാണ് ഇരിക്കുന്നത്. നമ്മുടെ വീട്ടിൻ്റെ ഇത് വേറെ വീട്, ഇതിൻ്റെ മുകളിലത്തെ ഒരു വീടുണ്ട്, അവിടെയാണ് നമ്മൾ താമസിക്കുന്നത്. അപ്പം മീനിൻ്റെ സംഭവം കണ്ടിട്ടുണ്ടോ? ഇവിടെ ഇങ്ങനെ കാട് പടലങ്ങളാലൊക്കെ നിറഞ്ഞ ഒരു സ്ഥലമാണ്. ഇവിടെ ബാക്കിൽ വയലാണ്. നമ്മുടെ വീടിൻ്റെ മുറ്റത്തൊരു തോടൊക്കെ ഉണ്ട് കേട്ടോ, തോട്. ഇത് ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് നോക്കണ്ട, ഒരാൾ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റത്തില്ല, അത്ര ആഴമുള്ള ഒരു തോടാണ് ഇത്. കഴിഞ്ഞ ദിവസം മഴയത്ത് ഇതെങ്ങനെയായിരുന്നെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതായിരുന്നു കഴിഞ്ഞ ദിവസത്തെ തോടിൻ്റെ അവസ്ഥ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോയി. കാരണം ഇതിനു മുന്നേ ഞാൻ കല്യാണം കഴിഞ്ഞ് വന്ന സമയത്ത് ഈ പാലമൊക്കെ കവിഞ്ഞായിരുന്നു, റോഡൊക്കെ നിറഞ്ഞ് ഭയങ്കരമായിട്ട് നമ്മൾ പേടിച്ച് പോയിട്ടുള്ള ദിവസമൊക്കെ ഉണ്ടായിട്ടുണ്ട്. കാരണം വെള്ളമൊക്കെ അങ്ങ് ഭയങ്കരമായിട്ട് കയറി. ഈ കാണുന്ന റോഡൊന്നും കണ്ടുകൂടായിരുന്നു, അത്രയും വെള്ളം കയറിയ ദിവസങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇതിനു മുന്നേ 2021. പിന്നെ ഇപ്പോൾ ആ കണക്കിന് അങ്ങനെ ഭയങ്കര സീനൊന്നുമില്ല. പിന്നെ ഇതൊക്കെ ഇതിൻ്റെ ബാക്കിലോട്ടൊക്കെ ഫുള്ള് വയലാണ്. പിന്നെ നിങ്ങൾ ആ കണ്ട 2 നില വീട് അതും നമ്മുടെ തന്നെയാണ്, അതിൻ്റെ പണിയൊന്നും പൂർത്തിയായിട്ടില്ല. പിന്നെ നമ്മൾ അവിടെ നിന്ന് നേരെ ഹോസ്പിറ്റലിലോട്ട് പോയി. ഹോസ്പിറ്റലിലെത്തിയപ്പം ഇവിടെ വലിയ പ്രകൃതി രമണീയമായിട്ടുള്ള സ്ഥലം. എനിക്ക് ഈ പ്രകൃതി രമണീയോട് എന്തോ ഭയങ്കര ഇഷ്ടമാണ്. അവിടെ കാണുന്നത് മലയാണ് കേട്ടോ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഈ ഏരിയയുടെ പേര് ചെല്ലാംകോട് അങ്ങനെ എന്താണ് പറയുന്നത്, എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. ആ ഒരു സ്ഥലത്താണ് നമ്മൾ പോയത്, പക്ഷേ ഈ സ്ഥലത്തിന് എന്താണെന്ന് അറിയത്തില്ല പേര് പറയുന്നത്. അങ്ങനെ ഞങ്ങൾ പിന്നെ അവളുടെ വാക്സിനൊക്കെ എടുത്തതിന് ശേഷം നമ്മൾ നേരെ വീട്ടിലോട്ട് വന്നപ്പം ഹസ്ബൻഡ് പിന്നെ പാലട മിക്സ് വാങ്ങിച്ചുകൊണ്ട് വന്നു വെക്കാനായിട്ട് പറഞ്ഞ്. ഞാൻ പിന്നെ രണ്ടും കൽപ്പിച്ചങ്ങ് വെക്കാമെന്ന് വിചാരിച്ചു, വേറെ പണിയൊന്നും ഇല്ലല്ലോ. പിന്നെ എന്തായിരുന്നു, പിന്നെ മാഗി ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. മാഗി ഇതെൻ്റെ അടുക്കളയാണ്, ആരും കണ്ടിട്ട് പേടിച്ചൊന്നും പോകരുത്. കാരണം എനിക്കിത്തിരി അടുക്കളയൊക്കെ എപ്പോഴും വൃത്തിയായിട്ട് കിടക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. ഫ്രിഡ്ജിനകത്ത് ഒന്നുമില്ല, ലോകത്തിൽ ഒന്നുമില്ലാത്ത ഫ്രിഡ്ജ് ഞങ്ങളുടെ വീട്ടിൽ മാത്രമേ കാണുള്ളൂ. അങ്ങനെ ഒരുപാട് സാധനങ്ങളൊന്നും വെക്കാറില്ല. പിന്നെ കുടിക്കാനുള്ള വെള്ളം, പിന്നെ മാഗി ഉണ്ടാക്കാം എന്ന് വിചാരിച്ച് പിന്നെ അതിനോടുള്ള തയ്യാറെടുപ്പിലോട്ടാണ്. ആദ്യം ഞാൻ പാലട ഉണ്ടാക്കി, കാരണം അത് ഭയങ്കര സിമ്പിളാണ്. പാല് വന്നു കഴിഞ്ഞാൽ പിന്നെ മിക്സ് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ഞാൻ മാഗി ഉണ്ടാക്കി. വെജിറ്റബിൾസ് ഇല്ലാതിരുന്നുകൊണ്ട് അതിൻ്റെ മസാല തന്നെയാണ് ഞാൻ ഇട്ടത്. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ ഒരു ദിവസം. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബായ്.